السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا ومولانا മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിലെ നാലാമത്തെ ദിക്റുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഓർമ്മിപ്പിച്ചു. അഞ്ചാമത്തെ ദിക്റിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണല്ലോ അഞ്ചാമത്തെ ദിക്ർ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിനെ സ്തുതിക്കലുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ ഹദ്ദാദിലെ ദിക്റുകളുടെ കൂട്ടത്തിൽ മഹത്വമുള്ള ദിക്റാണെന്ന് പ്രത്യേകം മഹാന്മാർ എടുത്ത് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. അള്ളാഹുവിൻ്റെ സത്തയോട് യോജിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനെ പരിശുദ്ധനാക്കുന്നു. വൽഹംദുലില്ലാഹ്, എന്തെല്ലാം സ്തുതികളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിനിക്കാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ വേറെ ഒരാളും ഇല്ല. അല്ലാഹു അക്ബർ, അവൻ ഏറ്റവും വലിയവനാണ്. ഇതാണിതിൻ്റെ ആശയം. ഈ ദിക്റിനെക്കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലൂടെയും അതിൻ്റെ മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ കഴിയും. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന നന്മ, അത് ഈ ദിക്റിനെക്കുറിച്ചാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാൻ കഴിയും. രണ്ടാമത്തെ പ്രത്യേകത, നരകത്തെ തൊട്ടുള്ള പരിചയമാണ് ഈ ദിക്റെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത, സകല തെറ്റുകളെയും ഈ ദിക്ർ പൊറുപ്പിച്ചു കളയും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. നാലാമത്തെ പ്രത്യേകത, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബാലയത്തിൻ്റെ നിർമ്മാണം നടത്തിയ സമയത്ത് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബാലയത്തിൻ്റെ നിർമ്മാണം നടത്തിയിരുന്ന സമയത്ത് യഖൂലാനി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ ദിക്റിനെ അവർ രണ്ടുപേരും ചൊല്ലാറുണ്ടായിരുന്നു. ഫൈദാ ഖാലാഹ, ഈ ദിക്റിനെ അവർ ചൊല്ലുന്ന സമയത്ത് ഇർതഫഅത്തിൽ അഹ്ജാറുൽ കബീറത്തു ബിനഫ്സിഹാ മിൻ ഗൈരി അൻ യഹ്മിലാഹാ, അവർ കല്ലിനെ ചുമക്കാതെ, ഭാരം ചുമക്കാതെ ഓട്ടോമാറ്റിക്കായിക്കൊണ്ട് വലിയ കല്ലുകൾ മുകളിലോട്ട് ഉയരാറുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ ചൊല്ലിയിരുന്നത് ഈ ദിക്റായിരുന്നു എന്ന് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ദിക്ർ അത്രയും മഹത്വമുള്ളതും ഫലം ലഭിക്കുന്നതുമായ ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പറയുന്നത്, ഖുദൂ ജുന്നത്തക്കും, നിങ്ങളുടെ പരിചയം നിങ്ങൾ പിടിക്കുക, പ്രതിരോധത്തിനെ നിങ്ങൾ പിടിക്കുക. സ്വഹാബത്ത് ചോദിക്കുന്നു, മിൻ അദുവിൻ ഖദ് ഹദർ, മുന്നിലുള്ള ശത്രുവിൽ നിന്ന് പരിചയാണോ ഞങ്ങൾ പിടിക്കേണ്ടത് നബിയേ? മുന്നിലുള്ള ശത്രുവിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള പരിചയാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ല, ജുന്നത്തക്കും മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള പരിചയെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ആ പരിചയം ഏതാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഖൂലൂ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് ആ പരിചയം. മുത്തുനബി പറയുന്നു, ഫഇന്നഹുന്ന യഅ്തീന യൗമൽ ഖിയാമ. ഈ ദിക്റുകൾ 4 കാര്യങ്ങളാണല്ലോ ഇതിൽ അടങ്ങിയത്. ഒന്ന് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. 2 അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും അള്ളാഹുവിനിക്കാണെന്ന് സമ്മതിച്ച് പറയാണ്. മൂന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിൻ്റെ കലിമത്താണ്.
നാലാമത്തത് അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന വചനമാണ്. ഫഇന്നഹുന്ന യഅ്തീന യൗമൽ ഖിയാമ, ഈ 4 കെലിമത്തുകൾ അടങ്ങിയ അതിമഹത്തായ ഈ വാക്കുകൾ ഖിയാമത്ത് നാളിൽ വരും. മുജന്നിബാത്തിൻ മുഅഖിബാത്തിൻ, അവൻ്റെ വലതും ഇടതും അവൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംരക്ഷകനായിക്കൊണ്ട് ഈ ദിക്ർ വരും. മുഅഖിബാത്ത്, ഒന്നിന് പിറകെ ഒന്നായി ഇവന് സംരക്ഷണം ലഭിക്കുന്ന തരത്തിൽ ഈ ദിക്ർ വരും. മഹ്ശറ ലോകത്ത് വലിയ രക്ഷയാണ്, നരകത്തിൽ നിന്ന് വലിയ മോചനമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നത് വഹുന്നൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന നന്മയാണ് ഇത്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിൻ്റെ ആഡംബരങ്ങളാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന നന്മകൾ, അതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയത്. ഖൈറുൻ ഇൻദ റബ്ബിക, റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത് നിലനിൽക്കുന്ന നന്മയാണ്. ഈ നിലനിൽക്കുന്ന നന്മ ഏത് എന്നത് പണ്ഡിതന്മാർ പല രൂപത്തിലും വിശദീകരിച്ച കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു 5 വക്ത് നിസ്കാരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരുപാട് മുഫസ്സിറുകൾ ഈ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നതിന് വിശദീകരണം നൽകിയത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റാണത്. അപ്പോൾ ആ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ നിലനിൽക്കുന്ന നന്മയായി അതവിടെ ഉണ്ടാവും. ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ, മഹ്ശറിൽ നമ്മെ രക്ഷപ്പെടുത്താൻ, സിറാത്തുപാലം നമ്മെ കടത്തി സ്വർഗത്തിലെത്തിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഈ ദിക്ർ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലൂടെയും നിലനിൽക്കുന്ന ഒരു നന്മയായിട്ട് ഉണ്ടാകുമെന്നാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇത്രയും മഹത്വമുള്ള, പറഞ്ഞാൽ തീരാത്ത മഹത്വമുള്ള മുത്ത് റസൂൽ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ഞാൻ ചൊല്ലൽ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത്ത് അലൈഹി ശംസു, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ വെച്ച് എനിക്കേറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ദിക്ർ ചൊല്ലുന്ന ദിവസമാണ് എന്ന് ഹബീബായ തങ്ങൾ തന്നെ പഠിപ്പിച്ചു. ഈ ദിക്റാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിൽ 5-ാമതായി കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദിക്റുകളുടെയൊക്കെ മഹത്വങ്ങളും ഗുണങ്ങളും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആത്മാർത്ഥമായി മരണം വരെ ചൊല്ലാൻ, പതിവാക്കാനും പ്രാവർത്തികമാക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.